ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ കാറിനായിട്ടൊരു ഡാഷ് കാം എനിക്ക് മാമി വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാഷ് കാം എനിക്ക് നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് കാണാം ഗൈസ്. ഈ ക്യാമറയുടെ പേര് കാംബാർക്ക് എന്നാണ്. ഈ ക്യാമറയുടെ പെട്ടി നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ കേബിളാണ് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1800 പിക്സലാണ് ഇതിനുള്ളത്. കൂടാതെ ഫുൾ HD ആണ് ഇതിൻ്റെ വിഷ്വൽസ്. ഇത് ക്യാമറയുടെ ഒരു മെയിൻ പവർ കേബിൾ ആണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഇത് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. ഈ ക്യാമറ പല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് നമുക്ക് ഈ ഒരു ബോക്സിലായിട്ട് വരുന്നത്. അപ്പം നമുക്കിനി നേരെ ഇത് റെഡിയാക്കാനായിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോവാം. പേരെന്തുവാ? ഏതു. അപ്പൊ നമ്മളവിടെ പുതിയ അങ്ങനെ ക്യാമറ റെഡിയാക്കുന്ന കടയിലേക്ക് യദുചേട്ടനുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. രാഗം കാർ ഷോപ്പിലാണ് ഗൈസ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ആലപ്പുഴയിലാണ് ഇതുള്ളത്. പിന്നെ ഇനി നമ്മുടെ കാറെ പുതിയൊരു അതിഥി വരുവാണ് ഗൈസ്, പുതിയ ഡാഷ് കാം. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ ക്യാമറ ഫിറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ നമ്മളെ ഗ്ലാസിന്മേൽ ഫിറ്റ് ചെയ്യുകയാണ്. അടുത്തതായി ക്യാമറയ്ക്ക് പവർ കണക്ഷനാണ് എടുക്കേണ്ടത്. അതിനായി ചേട്ടൻ വയറുകൾ പോകേണ്ട സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ചേട്ടൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ വയറിൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം. ഇപ്പോൾ റെക്കോർഡിങ്ങിലാണെന്ന്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടണം. ഗായ്സ്, അപ്പം നമ്മുടെ ഡാഷ് ക്യാമിൽ പുതിയ മെമ്മറി കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഡാഷ് ക്യാമിലെ വിഷ്വൽസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ആദ്യ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ക്ലാരിറ്റി അപാരമായി കൂടുതലാണ്. കൂടാതെ 170 ഡിഗ്രി ഡിസ്പ്ലേ സൈസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്യാമറയുടെ കുറച്ച് യാത്രാ ദൃശ്യങ്ങൾ നോക്കാം. അടുത്തതായുള്ള നമ്മുടെ യാത്ര ചുങ്കം അക്ഷയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടിയും ആലപ്പുഴ ബസ് സ്റ്റാൻഡും എല്ലാം പിന്നിട്ട് വേണം നമുക്ക് ചുങ്കത്തേക്കുള്ള യാത്ര തുടരാൻ. ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി.
വലതുവശത്ത് ജോയി ആലൂക്കാസിന്റെ ഒരു ബിൽഡിങ്ങും എല്ലാം ഉണ്ട്. അങ്ങനെ ജോയി ആലൂക്കാസിന്റെ ബിൽഡിങ്ങും ബോട്ട് ജെട്ടിയും താണ്ടി നമ്മൾ നേരെ ചുങ്കത്തേക്കാണ് ഇനിയുള്ള യാത്ര. ഈ വലതുവശത്ത് കാണുന്നതാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. നിറയെ ബസ്സുകൾ ഇപ്പോഴും അവിടെ സർവീസ് നടത്തുന്നവയാണ്. വളരെ മനോഹരമായ ഒരു വഴിയും പിന്നിട്ട് നമ്മൾ ഇതാ ചുങ്കത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പഴയ ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത്. ഈ ഇടത് സൈഡിൽ കിടക്കുന്നതാണ് കൊപ്ര. അത് ഉണക്കി വറുത്ത് ആട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ കിട്ടുന്നത്. അത് ദീർഘകാലം അതിനെ കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള എണ്ണയെല്ലാം വാങ്ങിച്ചു. നമ്മളിപ്പോ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴേ നമുക്കിപ്പോൾ കാണാം അവിടെ പഴയ പണ്ടത്തെ കാലത്തെ നിർമ്മിതികളാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസ് വഴി എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂടെ ക്യാമറ റെഡിയാക്കാൻ വന്ന ചേട്ടനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിരിക്കുകയാണ്. ചേട്ടനെ ഒരു ടാറ്റയൊക്കെ തന്ന് വീട്ടിലേക്ക് പോയി. അടുത്ത നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലൂടെയുള്ള യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ റോഡിന്റെ വലതു ഭാഗത്ത് 4 വരി പാത വരാനുള്ള മുൻതൂക്ക ഒരുക്കങ്ങൾ നടക്കുകയാണ്. അവിടെ മെറ്റിലുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നതും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പൊ ഈ ക്യാമറയുടെ ക്ലാരിറ്റി എന്നെ അതിശയപ്പെടുത്തിയത് തന്നെയാണ്. ഞാൻ വിചാരിച്ചതിലും 10 മടങ്ങ് കൂടുതൽ ക്ലാരിറ്റിയാണ് ഈ ക്യാമറയ്ക്കുള്ളത്. കൂടാതെ 3 ഇഞ്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ കമ്പനി തരുന്നത്. പിന്നെ 170 ഡിഗ്രി ഉള്ള വ്യൂ ഈ ക്യാമറ കവർ ചെയ്ത് നമ്മളെ കാണിക്കും. ഫുൾ HD കൂടെ ആയതുകൊണ്ട് പിന്നെ ക്ലാരിറ്റിയുടെ കാര്യം പറയണ്ടല്ല, പൊളിപ്പാൻ സാധനം. അങ്ങനെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോഴേക്കും ബൈപ്പാസിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ബൈപ്പാസിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 4 വരി പാത വരാനുള്ള പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇതിനം വഴി വലത്തോട്ട് പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയും അനിയത്തിയും ക്യാമറ ഫിറ്റ് ചെയ്തതും ക്യാമറ കാണാനുമുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് റിലയൻസ് വന്നപ്പോൾ അർജുനും ബിച്ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി വിളിച്ച് പരിചയപ്പെട്ട് ആള് കാണുന്നതൊക്കെ നല്ല പൊക്കം നല്ല സൈസൊക്കെയാണ്. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഒട്ടും വിചാരിക്കാതെയാണ് ചേട്ടനെ കണ്ടത്. What is it?